പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥ പഴയ നിയമത്തിൽ നിന്ന് ദാവീദും ഗോലിയാത്തും എന്നുള്ള ഭാഗമാണ്. ദാവീദ് ദൈവഭക്തിയുള്ള മനുഷ്യനായിരുന്നു. ഗോലിയാത്ത് സ്വന്തം തീരുമാനങ്ങളും ശരീരത്തിൻ്റെ പുഷ്ണ കൊണ്ടും മറ്റുള്ളവരെ ബഹുമാനിക്കാതെ അഹങ്കാരത്തിൻ്റെ പേരിൽ വളർന്നൊരു വ്യക്തിയായിരുന്നു. യുദ്ധത്തിനൊക്കെ പോവുകയും മറ്റുള്ളവരെ കൊല്ലുകയും ഒക്കെ ആയിരുന്നു പുള്ളിയുടെ പരിപാടി. ദാവീദ് ഒരു ദിവസം ആടിനെ മേയിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ പിതാവ് പറഞ്ഞു, ജ്യേഷ്ഠന്മാരുടെ അടുത്ത് പോയി അവരുടെ വിവരം അറിഞ്ഞിട്ട് ഒരടയാളം നീ കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു. ഉടനെ പിതാവിനെ ദൈവവിശ്വാസമുള്ളവനായിരുന്നുകൊണ്ട് പിതാവിനെ അംഗീകരിച്ച് രാവിലെ പോകാമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഭക്ഷണപ്പൊതിയുമായിട്ട് സഹോദരങ്ങളുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ രണ്ട് കൂട്ടരും ഇസ്രായേലും പെരിസ്യരും യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന സമയത്താണ് ചെല്ലുന്നത്. ഭക്ഷണപ്പൊതിയെല്ലാം അവിടെ ഏൽപ്പിച്ചിട്ട് ദാവീദ് യുദ്ധമുന്നണിയിലേക്ക് ഓടിച്ചെന്നു. അന്നേരം മൂത്ത സഹോദരൻ ചോദിച്ചു, നീ എന്തിനു വന്നു? യുദ്ധം കാണാൻ വന്നാണോ? നിനക്കിവിടെ വരേണ്ട കാര്യമല്ല, നിന്റെ സ്വഭാവം ഇതാണ്, നീ ശരിയല്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പുള്ളിയെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു. കേട്ടു നിന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ ഇത്രയേ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞപ്പം അവരും അത് തന്നെ പറഞ്ഞു. ഇതറിഞ്ഞ് പിതാവ് ദാവീദിനെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞ് വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, നീ പയ്യനാണ്, നിനക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഗോലിയാത്താണെങ്കിൽ യുദ്ധവീരനാണ്, അവൻ്റെ അടുത്ത് പോയി യുദ്ധം ചെയ്യാൻ നീ പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇല്ല, നീതിമാനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ആടുകളെ മേയ്ക്കാൻ ഞാൻ പോകുമ്പോൾ കടുവായും പുലിയും കരടിയും ഒക്കെ നാട്ടുകുട്ടികളെ കൊണ്ടുപോകും. ഞാൻ അതിൻ്റെ പിറകെ പോയി പിടിച്ച് അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് തറയിലടിച്ച് കൊന്നിട്ടുണ്ട്. എന്നെ ആക്രമിക്കാൻ വന്ന പുലിയെയും സിംഹത്തിനെയും ഒക്കെ ഞാൻ കൊന്നിട്ടുണ്ട്. അതുപോലെ ഇവനെയും ഞാൻ വകവരുത്തും. അങ്ങനെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പൊക്കൂ, നിന്നോട് കൂടെ ദൈവം ഉണ്ടായിരിക്കുമെന്ന് പിതാവ് അനുഗ്രഹം കൊടുത്തു വിടുന്നു. അവിടെ നിന്ന് ഈ അപ്പമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ട് ദാവീദ് യുദ്ധസ്ഥലത്ത് ചെല്ലുന്നു. അന്നേരം 40 ദിവസത്തിന് മുമ്പ് മുതൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കയറി അതിനോട് യുദ്ധം ചെയ്യാൻ, അവനെ ഞാൻ കൊന്ന് ഇവിടെ പക്ഷികൾക്കും ഇവിടെ കാട്ടുമൃഗങ്ങൾക്കും വിട്ടുകൊടുക്കും. അതല്ല, ഞാനാണ് ചാകുന്നതെങ്കിൽ രാജ്യത്തിൻ്റെ പകുതിയും രാജാവിൻ്റെ മകളെയും കൊടുക്കും, ഭൂമിയുടെ കരം ഒഴിവാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് തിരിഞ്ഞ് അവിടെ നിന്നവരോട് ചോദിച്ചു, നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തിരിച്ചും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് അടുത്ത് വന്നപ്പോഴത്തേന് അപ്പോൾ തന്നെ ഗോലിയാത്ത് ദാവീദ് നേരെ അടുത്തു. ദാവീദിൻ്റെ കയ്യിൽ ഒരു കവണയും 5 തോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് മിനുസുള്ള 5 കല്ലുകൾ സഞ്ചിയിലുണ്ടായിരുന്നു. അതിൽ ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിന് നേരെ എറിഞ്ഞു. ഗോലിയാത്തിൻ്റെ തിരിതെറ്റിക്ക് തന്നെ ചെയ്യുന്നുകൊണ്ട് ഗോലിയാത്ത് മുഖം കുത്തി താഴെ വീണു. ദാവീദ് ഓടിച്ചെന്ന ശരീരത്തേക്ക് കയറി നിന്നു. എന്നിട്ട് അവൻ്റെ ഉറയിലുണ്ടായിരുന്ന വാളെടുത്ത് അവനെ കഴുത്തിനെ വെട്ടിക്കൊന്നു. അങ്ങനെ ദാവീദിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഫിലിസ്ത്യർ എല്ലാവരും കണ്ട് പേടിച്ച് യുദ്ധം നിർത്തി ഓടിപ്പോയി. ആ ഓട്ടം കഴിഞ്ഞ് ഇസ്രായേലൊക്കെ തിരിച്ചു വന്ന് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തി. അന്നേരം രാജാവ് വിളിച്ചു, ആ മനുഷ്യൻ ആരാണ്, അവൻ്റെ അപ്പൻ ആരാണ് എന്ന് ചോദിച്ചു. ഉടനെ ആൾ പറഞ്ഞു, എനിക്കറിയില്ല, അവനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു രാജാവ്. ഉടനെ ദാവീദിനെ രാജാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു? ഞാൻ ബേത്ലഹേമിലാണ് വരുന്നത്, അങ്ങയുടെ ദാസനായ യോസയുടെ 8ാമത്തെ മകനാണ് ഞാൻ, ദാവീദ് എന്നാണ് എൻ്റെ പേരെന്ന് പറയും. അന്നേരെ രാജാവിന് തൃപ്തിയായി. രാജാവ് അവനെ സ്വീകരിച്ചു. ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വിട്ടില്ല. രാജാവ് സ്വീകരിച്ച് കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിച്ചു. പോരെ.